ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒന്ന് രണ്ട് പേര് എനിക്ക് DM-ൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും ചലഞ്ച് വീഡിയോ ചോദിച്ചിട്ട്. ഇനിയും ചലഞ്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയൊരു 2-3 വീക്സിലേക്ക് വീക്ക്ലി ട്വൈസ് അല്ലെ ത്രൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നോക്കാം. ഇന്ന് ഞാൻ സിംഗിൾ ചൈൽഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ഞാനൊരു സിംഗിൾ ചൈൽഡാണ്. സോ എനിക്കറിയാവുന്നതും റിലേറ്റബിൾ ആയിട്ടുള്ളതും അതുപോലെ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബീയിങ് എ സിംഗിൾ ചൈൽഡ് ഈസ് നോട്ട് ഈസി. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളൊരു സിംഗിൾ ചൈൽഡാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ നോർമലി എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഭയങ്കര ലക്കിയാണല്ലേ, പാരൻസ് ഭയങ്കര പാമ്പർ ചെയ്തല്ലേ വളർത്തിയേക്കുന്നത്, അതുപോലെ ഒന്നും ഷെയർ ചെയ്യണ്ടല്ലേ, അടിവിടാനും വഴക്കൂടാനും ഒന്നും വേണ്ടല്ല, അടിപൊളിയായിരിക്കും ലൈഫ്, അച്ഛനും അമ്മയ്ക്കുടെയും സ്നേഹം ഫുള്ള് നിങ്ങൾക്കായിരിക്കുമല്ലേ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ശരിയാണ്, ഇതിൽ ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. പാമ്പറിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഒന്നേ ഉള്ളേലും ഒലക്കടിച്ച് വളർത്തണമെന്ന്. അതെൻ്റെ വീട്ടുകാർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എന്നെ തല്ലും. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ ഒറ്റയ്ക്ക് വളരുന്നതിൻ്റെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡ് ഉണ്ട്. നമുക്ക് ചെറിയ പ്രായത്തിലേ നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ പോകുന്നു വരുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു, അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ. പക്ഷെ ഒന്നായിരുന്നു ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒറ്റ കുട്ടി എന്ന് പറയുമ്പോഴത്തേനും ആൾക്ക് കളിക്കാനോ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനോ ആരും ഉണ്ടാവത്തില്ല. ഈ പറഞ്ഞ പോലെ ടിവിയുടെ റിമോട്ടിന് വേണ്ടി തല്ലുകൂടാൻ ഒരാളുണ്ടാവില്ല. ഒന്ന് സങ്കടം വന്നാൽ ഒന്ന് ചെന്ന് പറയാൻ, ഒന്ന് കരയാൻ ഒരു തോളുണ്ടാവണം എന്നില്ല. അതേപോലെ എല്ലാവരും പല കുട്ടികൾ, ഒരു 1-2-3 കുട്ടികളുള്ള വീട്ടിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കളിക്കും. നമുക്ക് കളിക്കാൻ ഒരാൾ വേണമെന്നില്ല. നമ്മുടെ തന്നെ വീട്ടിൽ, നമ്മുടെ മുറിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പലരോടും മീൻസ് മുറിയിലുള്ള ഓരോ കാര്യങ്ങളോട് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇപ്പോഴും ഇമാജിനറി ഫ്രണ്ടിനെ കീപ്പ് ചെയ്ത് സംസാരിക്കുന്നവരുണ്ട്. നമുക്ക് എത്ര വേണേലും എവിടെ വേണേലും ഒറ്റയ്ക്ക് എത്ര മണിക്കൂർ വേണേലും ഇരിക്കാൻ പറ്റും. ഒരാൾ വന്ന് നമ്മളെ കമ്പനി തരണമെന്നൊന്നുമില്ല. നമുക്കിതൊക്കെ നമ്മൾ ചെറുതിലേ തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ പേഴ്സണൽ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഏതൊരു ഒറ്റക്കുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും അവരും പറയും ഒരു ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചേട്ടൻ വേണം എന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരെല്ലാം ഇങ്ങനെ പറയുമ്പം എന്നെ ചേട്ടൻ അവിടെ കൊണ്ടുപോയി, എന്നെ ചേട്ടൻ ഇവിടെ കൊണ്ടുപോയി, ചേട്ടൻ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടാണ്, കൂടെ ഉണ്ടാവും, എന്ത് കാര്യം പറഞ്ഞാലും. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു. അതേപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ, മെയിനായിട്ടൊരു ക്രൈം നടക്കുകയാണെങ്കിൽ അത് നമ്മളെ വീട്ടിലേ വരത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കുട്ടിയുള്ളൂ, അവളായിരിക്കും ചെയ്തത്, അവളോട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഒരു സാധനം കാണാൻ പോട്ടെ, ഒരു കത്രികയോ പേനയോ പേനയുടെ ക്യാപ്പോ അങ്ങനെ എന്തും കാണാൻ പോട്ടെ, ആദ്യം ചോദിക്കുന്ന ആരോടാ? അവളെടുത്തിട്ടുണ്ടാവും, അവളോട് ചോദിക്കി, ഇന്നലെ അവൾ എടുത്തുകൊണ്ട് പോണേ കണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ മാർക്കൊക്കെ കിട്ടി ഷെയർ ചെയ്യാൻ വരുമ്പോഴത്തേനും ആ അടി സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ നമുക്ക് വേറെ കുട്ടികളില്ല, ഒറ്റക്കുട്ടിയേ ഉള്ളൂ, അതെല്ലാം നമ്മുടെ തലയിൽ തന്നെ വരും. അപ്പം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരാളുടെ കമ്പനിയുടെ ആവശ്യമില്ല, നമ്മൾ സെൽഫ് മെയ്ഡാണ്. അതേപോലെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡഡ് അല്ല. എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്താണ് കുഞ്ഞിലെ തൊട്ടേ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യവും തന്നെ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയുണ്ട്. പിന്നെ എവിടെ കൊണ്ടിട്ടാലും അഡ്ജസ്റ്റബിൾ ആയിരിക്കും, എങ്ങനെ വേണേലും വളർന്നോളും. പിന്നെന്താ പറയുക, എന്ത് കാര്യത്തെ ഫേസ് ചെയ്യാനും ഏതൊരു കാര്യത്തിന് ഡിസിഷൻ എടുക്കാനും അങ്ങനെയുള്ള ഒരു ആളുടെ സഹായവും ഒന്നിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എല്ലാം സ്വയമേ തീരുമാനിച്ച് അല്ലെ സ്വയമേ ഓക്കെ ആക്കി ഒരു ഡിസിഷൻ എടുക്കാൻ അവർ കുഞ്ഞുനാളിലെ തൊട്ടേ പ്രാപ്തരാണ്. അങ്ങനെയാണ് അവരെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു വേറൊരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, എല്ലാവരും വന്ന് പറയുമ്പം എന്നെ അവിടെ കൊണ്ടുപോയി, എന്നെ ഇവിടെ കൊണ്ടുപോയി, ചേട്ടൻ അത് ചെയ്തു, ചേച്ചി ഇത് ചെയ്തു, അവർക്ക് ഞാൻ ഇത് മേടിച്ചു കൊടുത്തു, എനിക്കങ്ങനെ പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോയനെ. എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ കസിൻസ് ഒരിക്കലും നമ്മുടെ സ്വന്തമാവത്തില്ല. അതെനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എനിക്കൊരുപാട് കസിൻസ് ഉണ്ട്. കസിൻസിൽ ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, അനിയന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവത്തില്ല. കൂടെ നിൽക്കാൻ എന്ന് പറയുമ്പോഴത്തേനും
ഇപ്പം അവർക്കും ഉണ്ടാവും ഈ പറഞ്ഞ ചേട്ടനോ ചേച്ചിയോ അനിയത്തി, അവർക്കും ഉണ്ടാവും അവരുടെ സിബ്ലിങ്സ്. എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, തല പോണ കേസാണെങ്കിലും അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. നമ്മുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കൂടെ ഉണ്ടാവാം, പക്ഷെ അതിനപ്പുറം അവർക്ക് അവരുടെ സിബ്ലിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനപ്പുറം നമ്മുടെ കൂടെ ഒരു മനുഷ്യനും ഒറ്റ ഒരാളും നിൽക്കത്തില്ല. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, ഒറ്റ കുട്ടികൾ ഉള്ള വീട്ടിൽ റെസ്പോൺസിബിലിറ്റീസ് ഫുൾ അവരുടെ തലയിലായിരിക്കും. പാരൻസ് ഏജ് ആവുമ്പം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി, നല്ലൊരു ജോലി കിട്ടി, അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടായി, എല്ലാവരെയും നോക്കണ്ട, അങ്ങനെയുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ചെറുപ്രായത്തിലെ അവരുടെ അടുത്തേക്ക് വരും. പിന്നെ എല്ലാവരുടെ ഒരു പ്രതീക്ഷയായിരിക്കും. അത് നമുക്ക് ടെൻഷനാണ്. കാര്യം എല്ലാവരും നമ്മളെ പ്രതീക്ഷിച്ചായിരിക്കുന്നത്, വേറൊരാളില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ അവൾ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ ആവാൻ, ഇവളിങ്ങനെ ആയിട്ട് വേണം. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ആയിരിക്കും നമ്മളിൽ. ഒരു പരിധി വരെയൊക്കെ അത് നമ്മളെ പ്രഷറൈസ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞോ അറിയാതെയോ അവരിങ്ങനെ പറയുമ്പോഴത്തേനും എവിടെയോ നമ്മുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ മറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ ഇങ്ങനെ വേണം, അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും ഈ പറഞ്ഞ ഹോപ്പ് ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ പ്രായം കൂടുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അന്ന് ഞാൻ അനുഭവിച്ച ആ സൈലൻസ് അത് സത്യത്തിൽ ഒറ്റപ്പെടലായിരുന്നു എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, പരാതിയും പരിഭവമൊന്നുമില്ല, ഹാപ്പിയാണ്. ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചിന്തിച്ച് പോവാറുണ്ട്. ഒരു പൈസയ്ക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെ അവരോട് സഹായിച്ചേനെ, അല്ലെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ഹെൽപ്പ് ചെയ്തേനെ, എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ട് ഒരാളും ഉണ്ടാകത്തില്ല, ഒറ്റ മനുഷ്യരുണ്ടാകത്തില്ല. എന്തൊക്കെ ബന്ധത്തിലുള്ളവരാന്ന് പറഞ്ഞാലും, എത്ര അടുത്ത ബന്ധത്തിലുള്ള എന്ന് പറഞ്ഞാലും അവരൊക്കെ മാറി നിൽക്കത്തേ ഉള്ളൂ. എല്ലാവർക്കും അവനവൻ്റെ കാര്യമുള്ളന്നേ, എല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ് വലുതും. അതുകൊണ്ട് തന്നെ നമുക്കായിട്ടൊരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ നിന്ന് സംസാരിക്കുക, നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുക, അതൊക്കെ അത്രേ ഉള്ളൂ. അതും ഞാൻ മനസ്സിലാക്കിയ കുറേ ലൈഫ് സിറ്റുവേഷൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദെൻ ഒരു എമർജൻസി ആയിക്കോട്ടെ, ആ സമയത്തും നമ്മളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്ന സ്റ്റേജൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ വേണം മുന്നോട്ട് വന്ന് എന്ത് കാര്യം ചെയ്യണം, എന്ത് വേണ്ട, അങ്ങനെയുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ സമയങ്ങളുണ്ടാവും. ഈ പറഞ്ഞവർക്ക്, ഈ ഒറ്റ കുട്ടികൾക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചിലപ്പോൾ അറ്റാച്ച്ഡ് ആവാറുണ്ട്. അതിൽ ഒന്നോ രണ്ടോ ഉണ്ടാകത്തുള്ളായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം, അല്ലെ സർക്കിൾ കുഞ്ഞായിരിക്കും. പക്ഷെ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളവരായിരിക്കും ആ പറഞ്ഞ 2 പേര്, അല്ലെ ആ കുഞ്ഞു സർക്കിൾ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവരോടായിരിക്കും കൂടുതലും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഒറ്റ കുട്ടിയെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ലക്കിയാന്ന് പറയരുത്. കാര്യം അവരുടെ ഉള്ളിലും സൈലൻറ്റ് സ്ട്രഗിൾസും കാര്യങ്ങളും കുറേ അനുഭവിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവർ നേരിടുന്നുണ്ട്, അവർ ഫേസ് ചെയ്യുന്നുണ്ട് സൈലൻ്റ് ആയിട്ട്. അത് പുറമേ കാണിക്കുന്നില്ല, അല്ലെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് വെൻ യു ഗ്രോൺ അപ്പ് അലോൺ യു ലേൺ a rare kind of magic, how to hold your own heart when no one else can. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു.